നമസ്കാരം. അറബി ദിസ് വീക്കിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു വ്യത്യസ്തയായ കലാകാരിയാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. ഷാർജയിലുള്ള ഡോക്ടർ ഗ്രീഷ്മ ഇരു കൈകൾ കൊണ്ടും മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുകയാണ്. ഈ ലോകത്ത് മനുഷ്യരോരോരുത്തരും വ്യത്യസ്തരാണ്. ഇത്തരത്തിൽ വ്യത്യസ്തരായ ലോകമെമ്പാടുമുള്ള മനുഷ്യരെ തൻ്റെ ക്യാൻവാസിലേക്ക് വ്യത്യസ്തമായി പകർത്തുന്ന വ്യത്യസ്തയായ ഒരു ഡോക്ടറാണ് ഇത്. ഷാർജയിൽ പ്രവാസിയായ ഗ്രീഷ്മ. ലോകത്തിൻ്റെ വിവിധയിടങ്ങളിലെ ആളുകളുടെ പല ഭാവങ്ങൾ നിറഞ്ഞ മുഖങ്ങളാണ് ഈ ആലപ്പുഴ സ്വദേശിയുടെ ക്യാൻവാസുകൾ നിറയെ. മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന വിശേഷണം ഇവിടെ എത്തിയാൽ നേരിട്ട് അനുഭവിക്കാം. പല നാടുകളിലെ പലതരം മനസ്സുകളാണ് നിറങ്ങൾ ചേർത്ത് ഈ ക്യാൻവാസുകളിൽ നിറഞ്ഞിരിക്കുന്നത്. കാണുന്ന മനുഷ്യരുടെ മുഖം അതുപോലെ നേരിട്ട് വരയ്ക്കുകയല്ല ഡോക്ടർ ചെയ്യുന്നത്. വരയ്ക്കാൻ ഒരു കൈ മാത്രവുമല്ല ഉപയോഗിക്കുന്നത്. ഇരു കൈകളും ഒരുപോലെ ക്യാൻവാസിൽ വിസ്മയം തീർക്കുകയാണ്. ഇത്തരത്തിൽ എല്ലാറ്റിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് അത്ഭുതപ്പെടുത്തുകയാണ് ഈ കലാകാരി. പൊതുവേ മുഖം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആളുകളുടെ നമുക്ക് പ്രത്യേകിച്ച് കണ്ണ് ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ആളുകളുടെ ഇമോഷൻസ്, എനിക്ക് പ്രത്യേകിച്ച് ഇമോഷൻസ് ഭയങ്കര വാല്യൂ കൊടുക്കുന്നുണ്ട്. അപ്പം ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. അപ്പം അതുകൊണ്ട് എനിക്ക് ഫേസ് ഭയങ്കര ഇഷ്ടമാണ് വരയ്ക്കാൻ. ആളുകളെ കാണുമ്പോൾ തോന്നാറുണ്ട്, അത് അവരടുത്ത് പറയാറുണ്ട്, ഫോട്ടോസ് എടുക്കാറുണ്ട്. എനിക്കങ്ങനെ ഇമാജിനേഷനിൽ നിന്നൊന്നും വരയ്ക്കാനുള്ള കഴിവൊന്നുമില്ല. അപ്പം എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് വേണം നോക്കാൻ വേണ്ടിയിട്ട്, കണ്ടിട്ട് വരയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന ആൾക്കാരുടെ അടുത്ത് പോയി പറയാറുണ്ട്. ഇപ്പം സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിലും ക്യാൻ ഐ ടേക്ക് എ ഫോട്ടോ ഓഫ് യു, അല്ലെങ്കിൽ ക്യാൻ ഐ യൂസ് യുവർ പിക്ചർ ആസ് റെഫറൻസ്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. കുഞ്ഞുനാൾ മുതൽ പഠനത്തോടൊപ്പം വരയുടെ ലോകത്തും താരമായിരുന്നു ഗ്രീഷ്മ. സമയം കിട്ടുമ്പോഴെല്ലാം വരയ്ക്കാനായി സമയം കണ്ടെത്തുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയുമായിരുന്നു പണ്ട് മുതലേയുള്ള ശീലം. MBBS പഠനകാലത്തും അതിനൊരു മാറ്റമുണ്ടായില്ല. ദീർഘനേരമുള്ള പഠനത്തിൻ്റെ വിരസതയും സമ്മർദ്ദവും മാറ്റാൻ ഗ്രീഷ്മയുടെ പോംവഴി ചിത്രരചനയിൽ സമയം കണ്ടെത്തുക എന്നതായിരുന്നു. പഠനവും കലയും ഒരുപോലെ കൊണ്ടുപോകാൻ സാധിച്ചിരുന്നുവെന്ന് ഗ്രീഷ്മ പറയും. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഭാഗമാണ്, എൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു എഫേർട്ടൊന്നും ഇല്ല. അത് ഡെയിലി ഉള്ളൊരു പരിപാടിയാണ്. ചെറുതിലെ തൊട്ട് വരയ്ക്കുമായിരുന്നു. അപ്പം നമ്മുടെ ഒരു ഹാബിറ്റ് എന്നൊക്കെ പറയത്തില്ലേ, നമ്മുടെ ഒരു ക്യാരക്ടർ പോലെ വര ഉണ്ടായിരുന്നു എപ്പോഴും. പിന്നെ ഇത് ഒരു സ്ട്രെസ്സ് കുറയ്ക്കുന്ന ഒരു സംഭവമായിട്ട് തോന്നിയത് കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. ഞാൻ വയനാട്ടിലാണ് പഠിച്ചത്, മെഡിക്കൽ കോളേജിൽ. അപ്പം അവിടെ ഇതുപോലെ ഭയങ്കരമായിട്ട് സ്ട്രെസ് എടുക്കുമ്പം നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും. അപ്പം വരച്ച് കഴിയുമ്പോൾ ഭയങ്കര ഒരു റിലീഫായിരുന്നു. അപ്പം ഞാൻ മിക്കവാറും ദിവസങ്ങളിലൊക്കെ വരയ്ക്കുമായിരുന്നു. അപ്പോഴേ ശരിക്കും അതിൻ്റെ ഒരു വേറൊരു ഗുണം മനസ്സിലായത്. ഇങ്ങനെ പോകുന്നതിനിടയിൽ കോവിഡ് മൂലം ദിവസങ്ങളോളം വീട്ടിൽ അടച്ചിടേണ്ട സാഹചര്യം വന്ന ആളുകളിലാണ് ഗ്രീഷ്മ തൻ്റെ ഉള്ളിലുള്ള മറ്റൊരു കഴിവിനെ മനസ്സിലാക്കുന്നതും അത് പരിശീലിക്കാൻ തുടങ്ങുന്നതും. വലതുകൈ പോലെ തന്നെ ഇടതുകൈ കൊണ്ടും വരയ്ക്കാൻ ശ്രമിച്ചത് ആ നാളുകളിലാണ്. ആദ്യമൊക്കെ അല്പം ബുദ്ധിമുട്ട് ഉണ്ടായെങ്കിലും പിന്നീട് അത് എളുപ്പത്തിൽ സാധിക്കുന്നത് മനസ്സിലാക്കുകയും രണ്ടു കൈകൊണ്ടും വരയ്ക്കാനായി തുടങ്ങുകയും ചെയ്തു ഗ്രീഷ്മ. രണ്ട് കൈ കൊണ്ട് ശരിക്കും ഞാൻ ഡോമിനൻ്റ്ലി റൈറ്റ് ഹാൻഡഡ് ആണ്. ബട്ട് കോവിഡ് ടൈമിൽ ഒരു ബോർഡിടത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായൊരു ഹോബി പോലെ തുടങ്ങിയതാണ്. ഈ ഇടത് കൈ കൊണ്ട് എഴുതാൻ ആദ്യം നോക്കിയിരുന്നു. അപ്പോൾ ഒരു 2 days എഴുതി നോക്കിയപ്പം തോന്നി കുഴപ്പമില്ല, ഇത് കൊള്ളാം, അപ്പം വരച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ട്രൈ ചെയ്തപ്പം കുറച്ചുകൂടെ രസമുണ്ട്. രണ്ട് കൈ കൊണ്ട് വരയ്ക്കുന്നതിലും കുറച്ചുകൂടെ നന്നായിട്ട് വരയ്ക്കാൻ പറ്റും. ഒരു കൈ കൊണ്ട് വരയ്ക്കുന്നതിലും കുറച്ചുകൂടെ നന്നായിട്ട് വരയ്ക്കാൻ പറ്റും രണ്ട് കൈ യൂസ് ചെയ്യുമ്പോൾ.
സോ അങ്ങനെ. ഇങ്ങനെ ഇരു കൈകൊണ്ടും വരയ്ക്കുന്നത് ഗൗരവമായി കാണാൻ തുടങ്ങിയത് ലോകത്തിലെ വിവിധയിടങ്ങളിലെ കലാകാരന്മാർ സമ്മേളിച്ച വേൾഡ് ആർട്ട് ദുബായ് എക്സിബിഷനിൽ പങ്കെടുത്തപ്പോഴാണ്. ഇരു കൈകൾ കൊണ്ടും ആളുകളുടെ മുഖങ്ങൾ മനോഹരമായി വരയ്ക്കുന്ന ഗ്രീഷ്മ മേളയിലെ ശ്രദ്ധാകേന്ദ്രമായി. എക്സിബിഷൻ നടത്തിയപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എനിക്ക് മനസ്സിലായത്. അതായത് വേൾഡ് ആർട്ട് ദുബായിൽ. സോ ഞാൻ ഒരു ഫെലോ ഒരു മലയാളി ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, നിതിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ നമ്മളുടെ എൻ്റെ സ്റ്റോളിൻ്റെ തൊട്ടടുത്തായിരുന്നു. അപ്പോൾ പുള്ളി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നുമില്ല എക്സിബിഷനിൽ. സോ ഐ വാസ് ലൈക്ക് റിയലി നെർവസ്. അപ്പോൾ പുള്ളി വന്നിട്ട് പറഞ്ഞു, യു ഷുഡ് ടോക്ക് ടു ദി ലൈക്ക് വിസിറ്റേഴ്സ്, യു ഷുഡ് ടെൽ അബൌട്ട് യുവർ ടെക്നിക്, നമ്മുടെ ടെക്നിക്കിനെ പറ്റി പറയണം. അപ്പോൾ എൻ്റെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പം ഞാൻ വന്ന് 2-3 വിസിറ്റേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഐ എം ആംബിഡെക്സ്ട്രസ്, അതായത് 2 കൈ യൂസ് ചെയ്യുന്ന ആളാണ് വരയ്ക്കുമ്പോൾ. അപ്പോൾ അവരുടെ മുഖം മാറിയത് അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ദേ വർ ലൈക്ക് സോ എക്സൈറ്റഡ്. എന്താണിത് 2 കൈ കൊണ്ട് എങ്ങനെയാണ്? അപ്പോഴേ ശരിക്കും എനിക്ക് മനസ്സിലായി, ഓക്കെ ഇതെന്തോ ഉണ്ട് ഇതിൽ. അപ്പോൾ പിന്നെ ഞാൻ വരുന്ന വിസിറ്റേഴ്സിനോടൊക്കെ പറയാൻ തുടങ്ങി. ദെൻ ഐ വാസ് ലൈക്ക് ഒരു പോസ്റ്റർ വെച്ചു, ലൈക്ക് ആംബിഡെക്സ്ട്രസ് പോർട്രേറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അത് ഭയങ്കരമായിട്ട് ക്ലിക്കായി. ലൈക്ക് എവ്രിബഡി വാണ്ടഡ് ടു ലൈക്ക് ആസ്ക് മീ അബൌട്ട് ഇറ്റ്. അപ്പം ഇറ്റ് വാസ് ഫൺ. അപ്പോഴാണ് ശരിക്കും എന്തോ ഉണ്ട്, ഇത് കുറച്ചുകൂടി നല്ലപോലെ നോക്കണം എന്നൊക്കെ തോന്നിയത്. ആംബിഡെക്സ്ട്രസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 പാർട്ട് ഓഫ് അവർ ബോഡിയും യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെന്താ, ഇത് കുറച്ച് റെയറും ആണെന്ന് തോന്നുന്നുണ്ട്. മുഖങ്ങളാണ് വരയ്ക്കാൻ ഇഷ്ടമെങ്കിലും അതിലും തൻ്റെതായ വ്യത്യസ്തത കൊണ്ടുവരാനായി ശ്രമിക്കാറുണ്ട് ഈ കലാകാരി. അധികം ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെയാണ് തൻ്റെ സഞ്ചാരമെന്ന് പുഞ്ചിരിയോടെ ഗ്രീഷ്മ പറഞ്ഞു വെക്കുന്നു. യു ഷുഡ് ഡ്രോ എ പേഴ്സൺ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ആ ലൈക്ക്നെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കണമെന്ന് കുറേ ആൾക്കാർ, ലൈക്ക് റിയലിസമാണ് ഞാൻ പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ലൈക്ക് ഒരാളെ അതേപോലെ പകർത്തി വെക്കുന്നത് ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. ദെൻ ഐ ഷുഡ് ആക്ച്വലി, ഞാൻ ഭയങ്കരമായിട്ട് അതിനെപ്പറ്റി കോൺഷ്യസ് ആവും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടുത്തെ റൂളേഴ്സിനെ വരച്ചിരുന്നു എക്സിബിഷൻ്റെ ഭാഗമായിട്ട്. ആൻഡ് ഐ ലവ്ഡ് ഇറ്റ് ആക്ച്വലി. ബട്ട് ഞാൻ ഭയങ്കരമായിട്ട് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നും കറക്റ്റ് കളർ പാറ്റേണും ഫേഷ്യൽ സ്ട്രക്ചർ ഈസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് കളർ പാറ്റേൺ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരുന്നു, ബിക്കോസ് റിയലിസം ആയതുകൊണ്ട്. അപ്പം അത് എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ തരത്തില്ല. എനിക്ക് കുറച്ചുകൂടി അബ്സ്ട്രാക്ട് മോഡലിലുള്ള പോർട്രേറ്റ്സാണ് ഇഷ്ടം. നമ്മളുടെ റിയൽ സ്കിൻ ടോൺ അല്ലാണ്ട് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്ത് ഇഷ്ടമുള്ള മീഡിയം അങ്ങനെ വെച്ചിട്ട്. ബട്ട് ദെൻ ഇറ്റ് ഷുഡ് ലുക്ക് ലൈക്ക് ദി പേഴ്സൺ, അങ്ങനത്തെ. പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരാളുടെ മുഖം വരയ്ക്കാണ്ട് ഒരു ഡിസിൻറ്റഗ്രേറ്റഡ് ആയിട്ട് വരയ്ക്കുക. അതായത് ഇപ്പം കണ്ണും മൂക്കും എല്ലാം ഫേഷ്യൽ ഫീച്ചേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ജംബിൾഡ് ആയിട്ട് വെക്കുക. ബട്ട് ദെൻ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവണം അത് ഇന്ന ആളാണെന്ന്. അങ്ങനെ ഞാൻ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്തത് നമ്മുടെ കമലഹാസൻ സാറിൻ്റെ ഒരു പോർട്രേറ്റ്. അത് പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിൽ ഒരുപാട് പേരൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എക്സിബിഷൻ ആണെങ്കിലും ഒരുപാട് പേര് ലൈക്ക് എൻക്വയറി ചെയ്ത ഒരു പിക്ചറാണത്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ട് എൻ്റെ ഒരു. ഇത്തരത്തിൽ നിറങ്ങളുടെ തെരഞ്ഞെടുപ്പും അവതരിപ്പിക്കുന്ന രീതിയുമടക്കം പതിവ് കാഴ്ചകളിൽ നിന്നുള്ള മാറി നടത്തമാണ് ഈ കലാകാരിയുടെ ഓരോ സൃഷ്ടികളുടെയും പ്രത്യേകത. ഇന്ന് നിരവധി ആളുകളും ഈ കലാകാരിയുടെ സൃഷ്ടികൾ തേടിയെത്തുന്നുണ്ട്. ആദ്യമൊക്കെ 2 കൈകൾ കൊണ്ടും ഒരേ ചിത്രങ്ങളായിരുന്നു തയ്യാറാക്കിയിരുന്നത് എങ്കിൽ ഇന്ന് 2 കൈകളും ഉപയോഗിച്ച് ഒരേ സമയം 4 ചിത്രങ്ങൾ വരെ തയ്യാറാക്കാൻ സാധിക്കാറുണ്ട് ഗ്രീഷ്മയ്ക്ക്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇമാജിനേഷനിൽ നിന്നല്ല ഞാൻ വരയ്ക്കുക. അപ്പോൾ ഒരാളെ നോക്കിയിട്ടല്ല വരയ്ക്കുന്നത്. അപ്പം നമുക്ക് നോക്കാനുള്ള ടൈം വേണം. സോ ആ ടൈം ഫ്രെയിം അതിലിടയ്ക്ക് പോസ് വരും. ബട്ട് സ്റ്റിൽ അറ്റ് ദി സെയിം ടൈം ആണ് വരയ്ക്കുന്നത്. ആദ്യമൊക്കെ ഒരു പോർട്രേറ്റ് ആയിരുന്നു 2 കൈ കൊണ്ട് വരച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു വിത്ത് ലൈക്ക് 2-2.5 വർഷമായില്ലേ തുടങ്ങിയിട്ട്. അപ്പം ഇപ്പോൾ 2-3 പടമൊക്കെ വരയ്ക്കും. റീസെൻ്റ്ലി 4 പടം വരച്ചിരുന്നു. ഫാഷനും പ്രൊഫഷനും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് എന്നാണ് ഗ്രീഷ്മ പറയുന്നത്. 200-ലധികം രാജ്യങ്ങളിലെ ആളുകൾ വസിക്കുന്ന UAE-യിൽ വ്യത്യസ്തരായ മനുഷ്യരെ കണ്ടെത്താനും അവരെ ക്യാൻവാസിലേക്ക് പകർത്താനുമാണ് താൻ ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും
ഇത്തരത്തിലുള്ള ഒരു സീരീസ് പുറത്തിറക്കാനുള്ള ശ്രമത്തിലാണ് താൻ ഇപ്പോഴെന്നും പറഞ്ഞു വെക്കുകയാണ് ഈ കലാകാരി. വാഹനപ്രേമികൾക്ക് ഇഷ്ടപ്പെട്ട വാഹനമാണ് ലെക്സസ്. ഈ ലെക്സസിൻ്റെ ഒരു സീരീസിൽപ്പെട്ട വാഹനങ്ങൾ സ്വന്തമായിട്ടുള്ള ഒരു പറ്റം മലയാളികൾ എല്ലാവരും ചേർന്ന് ഒരു കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുകയാണ് ഇവിടെ. അതിൻ്റെ വിശേഷങ്ങളിലേക്ക്. എന്തിനും ഏതിനും കൂട്ടായ്മകളുള്ള പ്രവാസ ലോകത്തെ ഒരു വ്യത്യസ്തമായ കൂട്ടായ്മയാണിത്. വണ്ടി ഭ്രാന്തന്മാരായ ഒരു പറ്റം ആളുകളുടെ സങ്കേതം. എല്ലാ വണ്ടികളോടുമുള്ള ഇഷ്ടമല്ല ഇവരെ ഒരുമിച്ച് ഒരു കൂട്ടായ്മയായി നിലനിർത്തുന്നത്. ഒരു പ്രത്യേക സീരീസിലുള്ള വണ്ടികളുടെ ഇഷ്ടം കൊണ്ടാണ്. ലെക്സസിന്റെ LS സീരീസ് കാറുകളുള്ള UAE മലയാളികളുടെ ഏക കൂട്ടായ്മയാണിത്. ഒരുപക്ഷെ ഈ സീരീസ് കാറിന്റെ പേരിലുണ്ടാക്കിയ ഏക മലയാളി കൂട്ടായ്മയും ഇതുതന്നെയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകളുണ്ട് ഈ കൂട്ടായ്മയിൽ. UAE സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ അത്ഭുതത്തോടെ കാണുന്ന ഈ കൂട്ടായ്മയുടെ കഥ അല്പം രസകരമാണ്. UAE LS നേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞൊരു വാട്സപ്പ് കൂട്ടായ്മയാണ്. ആ വാട്സപ്പ് കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മളെ കാറ്, അതായത് ലെക്സസിൻ്റെ LS സീരീസ് കാറുകളുടെ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ശരിക്കും പറഞ്ഞത്. ഞങ്ങൾക്കൊരു 435ഓളം മെമ്പേഴ്സുണ്ട്. കാറുകളുടെ കൂട്ടായ്മ എന്ന് പറയാനായിട്ട് ഒത്തിരി ക്ലബ്ബുണ്ട്. ഇവിടെ UACC എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ക്ലബ്ബുകളും കാര്യമാണ്. ബ്ലാക്ക് മാമ്പ, അങ്ങനെ കുറേ ക്ലബ്ബുകളുണ്ട്. അപ്പം ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ മലയാളികൾ മാത്രമുള്ള ക്ലബ്ബാണ്. ഒരു പക്ഷേ ഇത്രയും വലിയൊരു മലയാളി മാത്രമുള്ളൊരു ക്ലബ്ബ് UAE വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറഞ്ഞാൽ ചിലപ്പം പറയാം. ഇറ്റ്സ് എ ഫ്ലാഗ്ഷിപ്പ് കാർ ആക്ച്വലി. അതിൻ്റെ ഒരു സുഖവും റോഡ് പ്രസൻസ് ആയാലും ഡ്രൈവ് ക്വാളിറ്റി ആയാലും ഇത്രയും അതേപോലത്തെ ഒരു വണ്ടി ഒരു മോഡേൺ കാറിൽ കിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. ഐ മീൻ വിത്തൗട്ട് പുതിയ കാറിനെ ഡിസ്റെസ്പെക്ട് ചെയ്ത് പറയുന്നതല്ല, അതിനോടുള്ളൊരു പ്രിയം, അത് ആ ഒരു ഫീൽ അതിനെ കിട്ടത്തുള്ളൂ. അതാണ്. വർഷങ്ങൾക്ക് മുൻപ് ഏതാനും സുഹൃത്തുക്കൾ ചേർന്ന് ആരംഭിച്ച വാട്സാപ്പ് കൂട്ടായ്മയാണ് ഇന്ന് 400-ലധികം ആളുകളുള്ള വലിയ സംഘമായി ആളുകളെ വിസ്മയിപ്പിക്കുന്നത്. LS വണ്ടിയെക്കുറിച്ചുള്ള സംശയങ്ങളും അറിവുകളും സഹായങ്ങളും എല്ലാം പങ്കുവെക്കുക എന്ന ഉദ്ദേശത്തോടെ തുടങ്ങിയതായിരുന്നു വാട്സാപ്പ് ഗ്രൂപ്പ്. പിന്നീട് ഈ കൂട്ടായ്മയെക്കുറിച്ച് മറ്റ് LS സീരീസ് വണ്ടികൾ ഉപയോഗിക്കുന്ന ആളുകൾ അറിയുകയും UAE ഇതേ കാറുകൾ ഉപയോഗിക്കുന്ന മറ്റു ആളുകൾ ഒരുമിച്ച് കൂടുകയും ചെയ്തതോടെയാണ് ഈ കൂട്ടായ്മ ഇന്ന് കാണുന്ന രീതിയിൽ വളർന്നത്. ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ 2 ക്രൈറ്റീരിയയാണ്. ഒന്ന് മലയാളി ആയിരിക്കണം, 2 LS സീരീസ്, അതായത് 400, 430, 460, 600, 500 LS സീരീസിലുള്ള ലെക്സസിൻ്റെ ഒരു വാഹനം ഉണ്ടായിരിക്കണം. ഇതാണ് നമ്മുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. നമ്മളത് സ്റ്റാർട്ട് ചെയ്തത് 2019 മെയ്യിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു 6 ആൾക്കാർ, അതിൽ 2 പേര് ഇവിടെ തന്നെ പഠിച്ച് ഒരുമിച്ച് വളർന്നിട്ടുള്ള ആൾക്കാരാണ്, സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അവർ ഈ വണ്ടി കൊണ്ട് നടക്കുന്നതും അതിനുപോയ ബുദ്ധിമുട്ടും അതിൻ്റെ ചർച്ചകളും മറ്റിനും വേണ്ടിയിട്ട് തുടങ്ങിയതാണ് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ സ്ക്രാപ്പിൽ സാധനം മേടിക്കാനൊക്കെ പോയി അവിടെ വേറെ കുറേ മലയാളികൾ നോക്കുമ്പോൾ കാണാം, കൊള്ളല്ലോ ഇവർക്കും വണ്ടിയുണ്ടോ. അപ്പോൾ അങ്ങനെ അങ്ങനെ ആഡ് ചെയ്ത് വന്നു. ഞങ്ങൾക്കൊരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, പിന്നെ ഒരു ടിക്ടോക്ക് ഇടയ്ക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തു. അതിപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഇൻസ്റ്റയിലാണ് നമുക്ക് റിക്വസ്റ്റും കാര്യങ്ങളും വരുന്നത്. അങ്ങനെയാണ് ഈ ഗ്രൂപ്പ് ഫോം ചെയ്ത് വലുതായി വന്നത്. ഇന്നിപ്പം 435ഓളം മെമ്പേഴ്സുണ്ട്. ഡേ ബൈ ഡേ നമുക്ക് റിക്വസ്റ്റ് വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ താല്പര്യമുള്ള വണ്ടി അത്രത്തോളം കെയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിനോട് താല്പര്യമുള്ളവർ ഞങ്ങൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാറുണ്ട്. കാർ ഉപയോഗിക്കുന്നു എന്നതിലുപരി ഉപയോഗിക്കുന്ന കാറിനെ കുറിച്ച് ആധികാരിക അറിവുള്ളവർ കൂടിയാണ് ഈ കൂട്ടായ്മയിലെ മിക്ക ആളുകളും എന്നതാണ് പ്രധാന പ്രത്യേകത. ഉറക്കത്തിൽ ചോദിച്ചാലും LS സീരീസിന്റെ A to Z വിവരങ്ങൾ ഇവിടെ റെഡി. ഇതിന് പിന്നിലെ രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അത്രയധികം ലെക്സസ് കാറിനെയും ഈ സീരീസിലെ കാറുകളെയും ഇഷ്ടപ്പെടുന്നു എന്നതാണ്
ഇവർ നൽകുന്ന ഉത്തരം. ഇവർക്ക് വാഹനം കൂടപ്പിറപ്പിനെ പോലെയാണ്. ആക്ച്വലി 1989 ലോഞ്ച് ചെയ്യുന്നത്. സോ ജർമ്മൻ റൈവൽസിനെയും അമേരിക്കൻ റൈവൽസിനെയും ബീറ്റ് ചെയ്യാൻ വേണ്ടി ടൊയോട്ട ഇറക്കിയ ബ്രാൻഡാണ് ലെക്സസ്. സോ ലെക്സസിൻ്റെ ഫസ്റ്റ് കാർ എന്ന് പറയുന്നത് LS400 ആണ്. 1989 to 2000 വരെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നത് LS430. 2001 to 2003 5 സ്പീഡ് ഗിയർ ബോക്സ് ഉള്ള വണ്ടിയാണ് LS430 1 to 3. 4 to 6 സ്പീഡുള്ള ഗിയർ ബോക്സ് ഉള്ള LS430 ഇറക്കി. അതാണ് നമ്മുടെ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ ഉള്ള വണ്ടി. LS430 2004 to 6. പിന്നെ അത് കഴിഞ്ഞ് ഇറക്കിയത് 2007 ഓൾ ദ വേ അപ് ടു 2017 LS460. അതിൻ്റെ കൂട്ടത്തിൽ LS600 ഉണ്ട്. 17 കഴിഞ്ഞ് 18 തൊട്ട് ഈവൻ നൗ LS500 എന്ന് പറയുന്ന മോഡലാണ് ഉള്ളത്. വണ്ടിക്ക് എന്ത് പ്രശ്നം വന്നാലും ഒരിക്കൽ പോലും ഒറ്റയ്ക്ക് വഴിയിൽ കിടക്കേണ്ട അവസ്ഥ ഈ കൂട്ടായ്മയുള്ളത് മൂലം വരാറില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഗ്രൂപ്പിൽ അറിയിച്ചാൽ ഉടനടി പരിഹാരം ലഭിച്ചിരിക്കും. പകലില്ലാതെ സഹായമെത്തിക്കാൻ സർവ്വസജ്ജമാണ് ഈ കൂട്ടായ്മയിലെ ഓരോരുത്തരും. നമ്മൾ മാക്സിമം ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ്. അതിപ്പം ഫിസിക്കലി നമുക്ക് പോയി ചെയ്യാൻ പറ്റാത്ത നമ്മൾ അഡ്വൈസ് വഴി ചെയ്യുന്നു. ബാക്കിയുള്ളവർക്ക് വണ്ടിയിൽ വരുന്ന പണികൾ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. ടു സെഡ് ഞാൻ പഠിച്ചത് നമ്മുടെ LS നേഷൻ. LS നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊരു എന്തായാലും പറയടാ, വികാരമല്ല, അതിന് മേലെയാണ്. എന്താ പറയല്ലേ, ഒരു ഫാമിലിയാണ് ഞങ്ങൾ. എവിടെ എന്ത് പ്രശ്നം, വണ്ടി പോട്ടെ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും UAE LS നേഷൻ അതന്നെ പറഞ്ഞത്. പ്രവാസ ജീവിതത്തിന്റെ വിരസതയിൽ നിന്ന് ലഭിക്കുന്ന വലിയ ആശ്വാസമായും കൂട്ടായ്മയെ കാണുന്നവരുണ്ട്. ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരും ഒരേ താല്പര്യമുള്ളവരുമായതിനാൽ തന്നെ ഒരു കുടുംബത്തിന്റെ അനുഭവമാണ് ഈ കൂട്ടായ്മയ്ക്കുള്ളിൽ നിന്ന് ലഭിക്കുന്നതെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു. വർഷത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ഒരിടത്ത് എപ്പിക് മീറ്റ് നടത്താറുണ്ടെന്നും മാസത്തിൽ ഒരു തവണയെങ്കിലും പരസ്പരം എല്ലാവരും ഒരുമിച്ച് ഡ്രൈവിന് പോകാൻ ശ്രമിക്കാറുണ്ടെന്നും ഇവർ പറയുന്നു. ഒരേ സീരീസ് വണ്ടികൾ ഒരുമിച്ച് UAEയുടെ നിരത്തിൽ നെഞ്ചു വിരിച്ച് പാഞ്ഞു പോകുന്നത് കാണാൻ തന്നെ ഒരു മനോഹര കാഴ്ചയാണ്. നമ്മൾ വർഷത്തിൽ ഒരു എപ്പിക് മീറ്റ് നടത്താറുണ്ട്. എപ്പിക് മീറ്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വിളിച്ചുകൊണ്ടുള്ള ഒരു ഇവൻ്റാണ്. പിന്നെ മാസത്തിൽ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്കുള്ള ഡ്രൈ മീറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റ്സ് എൻ ഇമോഷൻ. ദിസ് ഗ്രൂപ്പ് ലാസ്റ്റ് മീറ്റിൽ there was a meet in Dubai and I stayed in Abu Dhabi. സോ എൻ്റെ മദറും സണ്ണും വന്നായിരുന്നു. അപ്പോൾ മോമിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇന്ന് രാവിലെ തന്നെ മോം വിളിച്ച് ചോദിച്ചായിരുന്നു, മീൻസ് മീറ്റിൽ പോകുന്നില്ലേ, പോയ ഫോട്ടോസൊക്കെ അയച്ചു തരണം. അപ്പോൾ മോം ഇസ് സൂപ്പർ എക്സൈറ്റഡ് ആൻഡ് വി ആർ കമ്മിങ് ഫ്രം Abu Dhabi. സോ ഓൾമോസ്റ്റ് 4.5 hours ഡ്രൈവ് ആയി ടോട്ടലി ഇതുവരെ. ബട്ട് ഇറ്റ്സ് ടോട്ടലി വർത്ത്. വണ്ടിയെ ഇഷ്ടപ്പെടുന്ന LS സീരീസ് വണ്ടികൾ സ്വന്തമായുള്ള എല്ലാ മലയാളികളെയും നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുകയാണ് UAEയിലെ ഈ LS നാഷൻ എന്ന വ്യത്യസ്തമായ കൂട്ടായ്മ. ഇനി സൗദി അറേബ്യയിലേക്കാണ് യാത്ര. സൗദി അറേബ്യയിലുള്ള ഫിർസാൻ കിണറുകൾ ഒരു അത്ഭുത കാഴ്ചയാണ്. മരുഭൂമിയുടെ പൊള്ളുന്ന ചൂടിൽ കുളിർജലത്തെ ഗർഭത്തിൽ സൂക്ഷിക്കുന്ന കിണറുകളുടെ നീണ്ട നിരയാണ് ഫിർസാൻ. 2000 വർഷത്തിലേറെ പഴക്കത്തിന്റെ വീര്യം അതിനുണ്ട്. ഭൂഗർഭ കിണറുകളിൽ തണുപ്പിന്റെ കുളിർ വിതറി ഒളിഞ്ഞിരിക്കുന്ന വെള്ളത്തിന്റെ കഥകൾ അറബ് കവിതകളിലും വർണ്ണിച്ചിട്ടുണ്ട്. സൗദിയിലെ റിയാദ് പ്രവിശ്യയിൽ അൽ ഖർജിന്റെ വടക്കു പടിഞ്ഞാറ് 7 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുകയാണ് അറേബ്യൻ ജീവിതരീതി അടയാളപ്പെടുത്തുന്ന ഭൂഗർഭ നീരുറവകളുടെ അത്ഭുത കാഴ്ച. ദൂരെയുള്ള പർവ്വതനിരകളിൽ നിന്ന് കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് നിർമ്മിച്ചതാണ് നീർച്ചാൽ സംവിധാനങ്ങൾ.
സൗദിയിൽ ഇന്നുവരെ കണ്ടുപിടിച്ച പുരാതന ജലസേചന സംവിധാനങ്ങളെക്കാൾ അതിബൃഹത്താണ് ഇവിടെ കാണുന്ന ജലസേചന പദ്ധതിയുടെ രൂപകൽപ്പന. ഫിർസാൻ എന്ന പേരിലാണ് ഇവിടെയുള്ള കനാലുമായി ബന്ധിപ്പിച്ച കിണറുകൾ അറിയപ്പെടുന്നത്. ഫിർസാൻ എന്നാൽ യോദ്ധാവ് എന്നാണ് അർത്ഥം. ഈ പേര് എങ്ങനെയാണ് ജലസംഭരണികൾക്ക് ലഭിച്ചത് എന്ന് അറിയില്ല. പണ്ടുകാലങ്ങളിൽ ജീവിച്ചിരുന്നവരാണ് ഈ പ്രദേശത്തെ ഭൂഗർഭ ജലസ്രോതസ്സുകളെ ഫിർസാൻ എന്ന് വിശേഷിപ്പിച്ചത്. ഗർത്തങ്ങളിലേക്കുള്ള വെള്ളത്തിന്റെ ഉറവിടം ആരംഭിക്കുന്ന പർവ്വതനിരകളുടെ പേരും ഫിർസാൻ എന്ന് തന്നെയാണ്. പൗരാണിക നിർമ്മാണവും ജലസേചന കനാലിനും പുറമെ ഇവിടെ പ്രാചീന മനുഷ്യരുടെ 5000-ലധികം ശവകുടീരങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. പുരാതന അറേബ്യയുടെ ജീവിത രീതികളും പുതിയ അറിവുകളും ഇവിടുത്തെ അത്ഭുതമാണ്. മൺമറഞ്ഞുപോയ മുൻഗാമികളുടെ അസ്ഥികൂടങ്ങൾ വഴികാട്ടികളാണ്. ഇസ്ലാമിന്റെയും ക്രിസ്ത്യാനിയുടെയും ഉത്ഭവത്തിന് മുൻപ് ഇവിടെ ഒട്ടനവധി മനുഷ്യർ തിങ്ങിപ്പാർത്തിരുന്നു. അതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഇവിടെ കാണുന്ന ശവകുടീരങ്ങൾ. ഗവേഷകർ നടത്തിയ ഉദ്ഖനനത്തിൽ നിരവധി അസ്ഥികൂടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിന്റെയും സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും അടയാളങ്ങളാണ് ഈ അസ്ഥികൂടങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അവർ ജീവിച്ച വലിയ നഗരത്തിന്റെ സ്മാരകമാകാം ഇന്ന് കാണുന്ന അവശേഷിപ്പുകൾ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 20 മുതൽ 25 മീറ്റർ വരെ ആഴമുണ്ട് ഇവിടുത്തെ ഭൂഗർഭ കിണറുകൾക്ക്. 5 മുതൽ 6 മീറ്റർ ദൂരമാണ് ഇവ തമ്മിലുള്ള അകലം. കിണറുകൾ ഉൾപ്പെട്ട കനാലിൽ 150 ഗർത്തങ്ങളുടെ നിരയായാണ് ഇവിടുത്തെ നിർമ്മിതി. 1 മുതൽ 4 മീറ്റർ വരെ വ്യാസവുമുള്ള കിണറുകളാണ് ഇവിടെയുള്ളത്. ഭൂമിക്ക് മുകളിലൂടെ നിർമ്മിച്ചാൽ അതികഠിനമായ സൂര്യാതപം ഏറ്റ് ജലം ആവിയായി പോകും. ഇത് മറികടക്കാനാകാം പ്രാചീന മനുഷ്യന്റെ ഭാവനാപൂർവമായ രൂപകൽപ്പനയെന്നാണ് കരുതുന്നത്. മനുഷ്യൻ ഇതുവരെ അറിഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും മികച്ച പരമ്പരാഗത ജലസേചന എഞ്ചിനീയറിംഗ് സിസ്റ്റമാണ് ഫിർസാൻ ഭൂഗർഭ ജലസേചന പദ്ധതിക്കുള്ളത്. ഇവിടെയുള്ള കനാൽ വ്യാപിച്ചു കിടക്കുന്ന പ്രദേശങ്ങളിലും കുഴിമാടങ്ങളിലും സൗദി സർക്കാർ ഇപ്പോഴും പഠനം തുടരുകയാണ്. ഈ പ്രദേശത്തിന്റെ പൗരാണികവും ചരിത്രപരവുമായ പ്രാധാന്യവും മനസ്സിലാക്കി ജിയോളജിക്കൽ വകുപ്പ്, പുരാവസ്തു വകുപ്പ് തുടങ്ങിയ ഏജൻസികൾ പഴമയും പൈതൃകവും നിലനിർത്താൻ ശ്രമം നടത്തുന്നുണ്ട്. ഏതാനും കിണറുകൾ പുനർനിർമ്മിക്കുകയും ചെയ്തു. അബ്ദുൽ അസീസ് രാജാവിന്റെ ഭരണകാലത്താണ് ഫിർസാൻ ജലകനാലുകളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അവസാനം നടന്നത്. 1950-കൾ വരെ പ്രവർത്തനങ്ങൾ തുടർന്നു. ഇപ്പോൾ ചില കിണറുകളിൽ ചപ്പുചവറുകൾ നിറഞ്ഞിരിക്കുന്നു. കിണർ കനാലുകൾ വൃത്തിയാക്കി പുരാതന സ്മാരകങ്ങൾ പുതുതലമുറയ്ക്കായി നിലനിർത്തുന്നതിനുള്ള ഇടപെടലുകളും സജീവമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇവിടെയുള്ള കിണറുകളും കനാലും ഇടം നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അറബി ദിസ് വീക്കിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറബി നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.